നമസ്കാരം. എല്ലാവർക്കും ദൃഷ്ടി ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലൂടെയുള്ള എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എക്കണോമിക്സിന്റെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ പറ്റിയുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്, കീ പോയിന്റ്സ്. എക്കണോമിക്സ് എന്ന പദം ഗ്രീക്ക് പദത്തിലെ ഓൾക്കനോമിയ എന്ന വാക്കിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. എക്കണോമിക്സ് എന്ന പദം ഗ്രീക്ക് ലാംഗ്വേജിലെ ഓൾക്കനോമിയ എന്ന പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അഫ്നോളജി. സമ്പത്തിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് അഫ്നോളജി. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആദം സ്മിത്ത്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവാണ് ആദം സ്മിത്ത്. ആദം സ്മിത്തിന്റെ പ്രശസ്തമായ ഒരു സിദ്ധാന്തമാണ് ലേസസ് ഫെയർ സിദ്ധാന്തം അല്ലെങ്കിൽ ലേസസ് ഫെയർ തിയറി. ലേസസ് ഫെയർ തിയറിയുടെ ഉപജ്ഞാതാവ് ആദം സ്മിത്ത്. വ്യക്തികളുടെയും സമൂഹത്തിന്റെയും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ സ്വാതന്ത്ര്യം നൽകണമെന്ന് സമർത്ഥിക്കുന്ന സിദ്ധാന്തമാണ് ലേസസ് ഫെയർ സിദ്ധാന്തം. വ്യക്തികൾക്കും സമൂഹത്തിന്റെയും സാമ്പത്തിക കാര്യങ്ങളിൽ അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യം നൽകണം എന്നുള്ളതാണ് ലേസസ് ഫെയർ സിദ്ധാന്തം സമർത്ഥിക്കുന്നത്. ആദം സ്മിത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് കൃതികളാണ് ദ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സും ആൻഡ് ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് ദ കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. അപ്പോൾ ആദം സ്മിത്തിന്റെ പ്രശസ്തമായ രണ്ട് കൃതികൾ ദ തിയറി ഓഫ് മോറൽ സെന്റിമെന്റ്സ് ആൻഡ് ഇൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് ദ കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ. ഈ രണ്ടാമത്തെ കൃതി, അതായത് ആൻ എൻക്വയറി ഇൻ ടു ദ നേച്ചർ ആൻഡ് ദ കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകം സാധാരണയായി വെൽത്ത് ഓഫ് നേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എക്കണോമിക്സിന്റെ ഉപജ്ഞാതാവ്, എക്കണോമിക്സ് എന്ന പേരിന്റെ ഉപജ്ഞാതാവ് ആൽഫ്രഡ് മാർഷൽ. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് തത്വചിന്തകനാണ്. എക്കണോമിക്സ് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ആൽഫ്രഡ് മാർഷൽ. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആദം സ്മിത്ത്. എക്കണോമിക്സ് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആൽഫ്രഡ് മാർഷൽ. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് തത്വചിന്തകനാണ്. ഏത് പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തെ തുടർന്നാണ് എക്കണോമിക്സ് എന്ന ശാഖ പൊളിറ്റിക്കൽ എക്കണോമിയിൽ നിന്ന് വേർപെട്ടത്? വെൽത്ത് ഓഫ് നേഷൻ. ആദം സ്മിത്തിന്റെ വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തെ തുടർന്നാണ് പൊളിറ്റിക്കൽ എക്കണോമിയിൽ നിന്ന് എക്കണോമിക്സ് എന്ന പുതിയൊരു ശാഖ രൂപീകരിക്കുന്നത്. ഇതിനു മുമ്പ് വരെ എക്കണോമിക്സ് എന്നൊരു ശാഖ ഉണ്ടായിരുന്നില്ല. പൊളിറ്റിക്കൽ എക്കണോമിയുടെ ഒരു ഭാഗമായിരുന്നു എക്കണോമിക്സ്. വെൽത്ത് ഓഫ് നേഷൻ എന്ന ആദം സ്മിത്തിന്റെ കൃതിയുടെ പ്രസിദ്ധീകരണത്തെ തുടർന്നാണ് എക്കണോമിക്സ് എന്ന പദം അല്ലെങ്കിൽ എക്കണോമിക്സ് എന്ന ശാസ്ത്രശാഖ രൂപീകരിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ ആദം സ്മിത്തിനെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഈ പുസ്തകം വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകത്തിന്റെ പ്രസിദ്ധീകരണത്തെ തുടർന്ന് എക്കണോമിക്സ് എന്ന സാമ്പത്തിക ശാസ്ത്ര ശാഖ ഉണ്ടാവുകയും അതിനെ തുടർന്നാണ് ആദം സ്മിത്തിനെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുവാൻ തുടങ്ങിയത്. ലോ ഓഫ് ഡിമാൻഡ് അഥവാ ചോദന നിയമത്തിന്റെ ഉപജ്ഞാതാവ് ആൽഫ്രഡ് മാർഷൽ. ആൽഫ്രഡ് മാർഷൽ ആണ് എക്കണോമിക്സ് എന്ന പദത്തിന്റെ ഉപജ്ഞാതാവ്. അതുപോലെ തന്നെ ചോദന നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് എന്ന തിയറിയുടെ ഉപജ്ഞാതാവും ആൽഫ്രഡ് മാർഷലാണ്. ജർമ്മൻ തത്വചിന്തകനായ കാറൽ മാർക്സിന്റെ പ്രശസ്തമായ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? മൂലധനവും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുമാണ് കാറൽ മാർക്സിന്റെ പ്രശസ്തമായ കൃതികൾ. അദ്ദേഹം ഒരു ജർമ്മൻ തത്വചിന്തകനാണ്. മൂലധനം 3 വാല്യങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഇനി കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മറ്റൊരാളുടെയും കൂടെ ചേർന്നാണ് കാറൽ മാർക്സ് പുറത്തിറക്കിയത്. അതാണ് ഫ്രെഡറിക് ഏംഗൽസ്. അപ്പോൾ കാറൽ മാർക്സ് ഫ്രെഡറിക് ഏംഗൽസുമായി ചേർന്ന് പുറത്തിറക്കിയ പുസ്തകമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ 1848. മിച്ചമൂല്യ സിദ്ധാന്തം അല്ലെങ്കിൽ ദ തിയറി ഓഫ് വാല്യൂ എന്നതിന്റെ ഉപജ്ഞാതാവ് എന്ന തിയറിയുടെ ഉപജ്ഞാതാവാണ് കാറൽ മാർക്സ്. എക്കണോമിക്സ് എന്ന ശാഖ പ്രധാനമായും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, മാക്രോ എക്കണോമിക്സ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. എക്കണോമിക്സിനെ പ്രധാനമായും രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. മൈക്രോ എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സ്, സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. ഇനി മൈക്രോ എക്കണോമിക്സിന്റെ ഉപജ്ഞാതാവാണ് മാർഷൽ റിക്കാർഡോ. മൈക്രോ എക്കണോമിക്സിന്റെ മറ്റു പേരുകളാണ് പ്രൈസ് തിയറി അല്ലെങ്കിൽ വില സിദ്ധാന്തം. അപ്പോൾ പ്രൈസ് തിയറി, വില സിദ്ധാന്തം എന്നീ പേരുകൾ അറിയപ്പെടുന്നത് ഏതാണ്? മൈക്രോ എക്കണോമിക്സ്. പ്രൈസ് തിയറി, വില സിദ്ധാന്തം ഇവ മൂന്നും
സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മറ്റു പേരുകളാണ്. സാമ്പത്തിക ശാസ്ത്രത്തിലെ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോ എക്കണോമിക്സ്. സാമ്പത്തിക ശാസ്ത്രത്തിലെ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ പ്രൈസ് തിയറി അല്ലെങ്കിൽ വില സിദ്ധാന്തം. ഒരു വസ്തുവിന്റെ ഉൽപാദനം, ഡിമാൻഡ്, വില, സപ്ലൈ എന്നിവയെ കുറിച്ചുള്ള പഠനമാണ് മാക്രോ എക്കണോമിക്സ്. ഒരു വസ്തുവിന്റെ ഉൽപാദനം, അവിടെ മാക്രോ എക്കണോമിക്സ്. കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം മാക്രോ എക്കണോമിക്സ് ആണ്. മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവ് JM കെയ്ൻസ്. മാക്രോ എക്കണോമിക്സിന്റെ അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഉപജ്ഞാതാവാണ് JM കെയ്ൻസ്. മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന്റെ മറ്റു പേരുകളാണ് ജനറൽ തിയറി, പൊതു സിദ്ധാന്തം. മാക്രോ എക്കണോമിക്സ്, സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം, ജനറൽ തിയറി, പൊതു സിദ്ധാന്തം ഇവയെല്ലാം എക്കണോമിക്സ് തന്നെയാണ്. വസ്തുവിന്റെ മൊത്തം ഉൽപാദനം, ഡിമാൻഡ്, വില, സപ്ലൈ എന്നിവയെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോ എക്കണോമിക്സ്. അടുത്തതായിട്ട് നമുക്ക് സമ്പദ് വ്യവസ്ഥകളെ പറ്റി നോക്കാം. സമ്പദ് വ്യവസ്ഥകൾ 3 തരമാണ് ഉള്ളത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. സമ്പദ് വ്യവസ്ഥകൾ എത്ര തരമാണുള്ളത്? ഏതൊക്കെയാണ് 3 തരത്തിലുള്ള സമ്പദ് വ്യവസ്ഥകൾ? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, മിശ്ര സമ്പദ് വ്യവസ്ഥ. അടുത്തത് മാർക്കറ്റിംഗ് എക്കണോമി എന്ന് വിളിക്കുന്ന സമ്പദ് വ്യവസ്ഥ ഏതാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ് മാർക്കറ്റിംഗ് എക്കണോമി എന്ന പേരിലും അറിയപ്പെടുന്നത്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പിതാവാണ് ആദം സ്മിത്ത്. ലേയ്സസ് ഫെയർ തിയറി അടിസ്ഥാനമാക്കിയുള്ള സമ്പദ് വ്യവസ്ഥയാണ് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ. ലേയ്സസ് ഫെയർ തിയറി ആരുടെ തിയറിയാണ്? ആദം സ്മിത്തിന്റെ തിയറിയാണ് ലേയ്സസ് ഫെയർ തിയറി. ആ ലേയ്സസ് ഫെയർ തിയറിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സമ്പദ് വ്യവസ്ഥ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയാണ്. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭമാണ്. ലാഭമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ അനുസരിച്ച് എല്ലാ ഉൽപാദന ഉപാധികളും ആരുടെ ഉടമസ്ഥതയിലായിരിക്കും? സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലായിരിക്കും. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ പ്രാധാന്യം സ്വകാര്യ വ്യക്തിക്കായിരിക്കും. എല്ലാ ഉൽപാദന ഉപാധികളും സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലായിരിക്കും. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ ഉപജ്ഞാതാവ് കാൾ മാർക്സ്. കമാൻഡ് തിയറി എന്നറിയപ്പെടുന്ന സമ്പദ് വ്യവസ്ഥയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ജനക്ഷേമം, ആസൂത്രണം, സാമ്പത്തിക സമത്വം എന്നിവയാണ് സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ. ലാഭത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ ലാഭത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നില്ല. അതിന്റെ സവിശേഷതയാണ് ജനക്ഷേമം, ആസൂത്രണം, സാമ്പത്തിക സമത്വം എന്നിവ. ഏത് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതയാണ്? സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെ പ്രത്യേകതകളാണ്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ നിലവിലുള്ള രാജ്യങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ പറയാവുന്ന 2 രാജ്യങ്ങളാണ് ചൈനയും ക്യൂബയും. ഇന്ത്യയിൽ ഏത് സമ്പദ് വ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്? മിശ്ര സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നാൽ മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും സവിശേഷതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉള്ള സമ്പദ് വ്യവസ്ഥയാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ. ഇന്ത്യയിൽ നിലനിൽക്കുന്നത് മിശ്ര സമ്പദ് വ്യവസ്ഥയാണ്. ഇനി മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയെ പറയുന്ന പേരാണ് ഉൽപാദനം. മനുഷ്യന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി സാധനങ്ങളും അതുപോലെ തന്നെ സേവനങ്ങളും നിർമ്മിക്കുന്ന ആ പ്രക്രിയയെ വിളിക്കുന്ന പേരാണ് ഉൽപാദനം. ഘടകങ്ങൾ 4 ഉള്ളത്. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഉൽപാദന ഘടകങ്ങൾ 4 തരമുണ്ട്. ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം. ഒരു തൊഴിലാളി തന്റെ ശാരീരികമായും ബുദ്ധിപരമായും ചെയ്യുന്ന അധ്വാനത്തെ വിളിക്കുന്ന പേരാണ് തൊഴിൽ. ഒരു തൊഴിലാളി തന്റെ ശാരീരികമായും ബുദ്ധിപരമായും ചെയ്യുന്ന അധ്വാനമാണ് തൊഴിൽ. കിട്ടുന്ന പ്രതിഫലമാണ് വേതനം. ഉപയോഗിക്കുന്ന കാണാനും സ്പർശിക്കാനും കഴിയുന്ന വസ്തുക്കളാണ് മൂലധനം. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന കാണാനും സ്പർശിക്കാനും കഴിയുന്ന വസ്തുക്കളാണ് മൂലധനം. മൂലധനത്തിന്റെ പ്രതിഫലമാണ് പലിശ, കമ്പ്യൂട്ടർ, വാഹനം എന്നിവയെല്ലാം മൂലധനത്തിന്റെ ഉദാഹരണമാണ്. തൊഴിൽ, മൂലധനം എന്നീ 3 ഘടകങ്ങളെയും കൂട്ടിച്ചേർത്ത് ചെയ്യുന്ന പ്രക്രിയക്കാണ് സംഘാടനം എന്ന് പറയുന്നത്. സംഘാടനം ചെയ്യുന്ന വ്യക്തി അറിയപ്പെടുന്നതാണ് സംരംഭകൻ. സംഘാടനത്തിന്റെ പ്രതിഫലമാണ് ലാഭം. ഭൂമി, തൊഴിൽ, മൂലധനം എന്നീ 3 ഘടകങ്ങളെയും ഉൾപ്പെടുത്തി ചെയ്യുന്നതിനെയാണ് സംഘാടനം എന്ന് പറയുന്നത്. സംഘാടനം ചെയ്യുന്ന വ്യക്തിയെയാണ് സംരംഭകൻ എന്ന് പറയുന്നത്. സംഘാടനത്തിന്റെ പ്രതിഫലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഭമാണ്.
ഉൽപാദന മേഖലകളെ എത്രയായി തരംതിരിക്കാം? ഉൽപാദന മേഖലകളെ 3ആയി തരംതിരിക്കും. അവ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാഥമിക മേഖലകൾ, ദ്വിതീയ മേഖലകൾ, തൃതീയ മേഖലകൾ. പ്രകൃതിയുമായി ബന്ധപ്പെട്ട് വിഭവങ്ങൾ നേരിട്ട് ഉപയോഗിക്കുന്ന ഉൽപാദന മേഖലകളെയാണ് പ്രാഥമിക മേഖലകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന്റെ ഉദാഹരണമാണ് ഖനനം, മത്സ്യബന്ധനം, കൃഷി, വനവൽക്കരണം. പ്രാഥമിക മേഖലകൾക്ക് ഉദാഹരണമാണ് ഖനനം, മത്സ്യബന്ധനം, പിന്നെ കൃഷിയും വനവൽക്കരണവും. പ്രാഥമിക മേഖലയുടെ നട്ടെല്ലെന്നറിയപ്പെടുന്നത് കൃഷിയാണ്. അതുകൊണ്ട് തന്നെ പ്രാഥമിക മേഖലയെ കാർഷിക മേഖല എന്നും അറിയപ്പെടുന്നു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലും കാർഷിക മേഖലയാണ്. പ്രാഥമിക മേഖല അറിയപ്പെടുന്നത് കാർഷിക മേഖലയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കാർഷിക മേഖല അല്ലെങ്കിൽ പ്രാഥമിക മേഖല. പ്രാഥമിക മേഖലയുടെ നട്ടെല്ല് ഏതെന്ന് ചോദിച്ചാൽ കൃഷിയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർഷിക മേഖല അല്ലെങ്കിൽ പ്രാഥമിക മേഖല. ദ്വിതീയ മേഖലകൾ വ്യവസായത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മേഖലകളാണ്. അപ്പോൾ വ്യവസായത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മേഖലകൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദ്വിതീയ മേഖലകളാണ്. വ്യാവസായിക മേഖല എന്നറിയപ്പെടുന്ന മേഖലയാണ് ദ്വിതീയ മേഖല. ദ്വിതീയ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ദ്വിതീയ മേഖലയിലെയും പ്രാഥമിക മേഖലയിലെയും ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിക്കുന്ന മേഖലയാണ് തൃതീയ മേഖല. പ്രാഥമിക മേഖലയിലെയും ദ്വിതീയ മേഖലയിലെയും ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ ശേഖരണം, വിതരണം തുടങ്ങിയവ നടത്തുന്ന മേഖലയാണ് തൃതീയ മേഖല. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് ഏത് ഉൽപാദന മേഖലയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തൃതീയ മേഖലയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്നത് തൃതീയ മേഖലയാണ്. ഇത്രയും കാര്യങ്ങളാണ് സമ്പദ് വ്യവസ്ഥയുടെ ബേസിക് ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. ഈ പോയിന്റ്സ് വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. 90% കൂടുതൽ ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് ഈ കീ പോയിന്റ്സ് പഠിക്കുന്നതിലൂടെ ചെയ്യുവാൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നല്ലതുപോലെ മനസ്സിലാക്കി പഠിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് തെറ്റ് മനസ്സിലാക്കി വീണ്ടും പഠിച്ച് വീണ്ടും എഴുതുക. എല്ലാവിധ ആശംസകളും.